ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത് CPO, WCPO എക്സാമിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ആൻസറും അതിന്റെ കീ പോയിന്റ്സും ആണ് നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിന് ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയാം. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത, അല്ലെങ്കിൽ ഇത് ഷോർട്ട് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 ടോപ്പിക് ആയിട്ടാണ് മെയിൻ ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് എത്ര ടോപ്പിക്കാന്നുള്ളത്. ജസ്റ്റ് റേഞ്ച് ഇടയ്ക്ക് പോവാണെന്നുണ്ടെങ്കിൽ എങ്ങാനും നിങ്ങൾ പറയണം കേട്ടോ. 8 ടോപ്പിക്സ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ടോപ്പിക്സ് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ലൈഫ് ട്രാക്കിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ SSCD ആണെങ്കിലും PSCD ആണെങ്കിലും, നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ സൈഡിൽ നിന്ന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈഫ് ട്രാക്കിന്റെ മെയിലേക്ക് വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നമ്മളത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ CPO WCPO എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 8 ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ഇതിൽ 8 ടോപ്പിക്കിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്രിമിനൽ നിയമങ്ങളാണ്. ക്രിമിനൽ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പെടുന്നത്? BNS, അതുപോലെ BSA. ഓക്കെ, ഇതൊക്കെയാണ് ഈ 3 നിയമങ്ങളാണ് ഇതിൽ വരുന്നത്, ക്രിമിനൽ നിയമങ്ങളിൽ വരുന്നത്. അതുപോലെ കേരള പോലീസ് ആക്ട്, അതിലേതൊക്കെയാണ് വരുന്നത്? പോലീസ് ആക്ടിൽ വരുന്ന ഏതൊക്കെയാണ്? കേരള പോലീസ് ആക്ട് 2011, അതിന്റെ ചുമതലകള്, ശിക്ഷകള്, ഇതൊക്കെയാണ് രണ്ടാമത്തെ ടോപ്പിക്കിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തെ ടോപ്പിക് സംരക്ഷണ നിയമങ്ങൾ, പ്രൊട്ടക്ഷൻ ലോസിൽ ഏതൊക്കെയാണ് വരുന്നത്? പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, അതുപോലെ ഗാർഹിക പീഡന നിരോധന നിയമം, സ്ത്രീ സുരക്ഷയാണ് മെയിൻ ആയിട്ട് പ്രൊട്ടക്ഷൻ ലോസിൽ വരുന്നത്. ഇനി നാലാമത്തെ മനുഷ്യാവകാശങ്ങൾ, അതിലേതൊക്കെയാണ് വരുന്നത്? മനുഷ്യാവകാശ നിയമം 1993, പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പിന്നെ പ്രതികളുടെ അവകാശങ്ങൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ ടോപ്പിക് ഏതാണ്? മോട്ടോർ വാഹന നിയമം അല്ലെ, മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ട്രാഫിക് നിയമങ്ങൾ, റോഡ് സുരക്ഷ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. നമ്മുടെ ഒരൊറ്റ സെക്കൻഡ്, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ നേരത്തെ ഒന്ന് ബ്രേക്ക് ആവണ പോലെ തോന്നി. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ നിയമമാണ് നമ്മൾ അഞ്ചാമത്തെ ടോപ്പിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്, മോട്ടോർ വാഹന നിയമം. ഓക്കെ, MV ആക്ട് 1988, ട്രാഫിക് നിയമങ്ങൾ, റോഡ് സുരക്ഷ, റോഡ് സുരക്ഷ, ഇത്രയാണ് അഞ്ചാമത്തെ ടോപ്പിക്കിൽ വരുന്നത്. ഇനി ആറാമത്തെ ടോപ്പിക്കിൽ ഏതാ വരുന്നത്? ആറാമത്തെ ടോപ്പിക്കിൽ വരുന്നത് IT ആക്ട് ആണ്. IT ആക്ടിൽ ഒഴിവാക്കിയിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടും അതുപോലെ ഞാൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് അവർ ഒഴിവാക്കിയാലും എന്ത് ഒഴിവാക്കില്ല, IT ആക്ട് അവർ എന്തായാലും ഒഴിവാക്കില്ല. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് IT ആക്ട് എന്ന് പറയുന്നത്. NTPS ആക്ട് ഇമ്പോർട്ടന്റ് ആണ്, ലഹരി മരുന്ന് വിരുദ്ധ നിയമങ്ങൾ. അതുപോലെ SC/ST ആക്ട്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. സത്യം പറഞ്ഞ 8 നമ്മൾ ഒഴിവാക്കാണ്ട് പഠിക്കുന്നതാണ് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. കാരണം നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ടോപ്പിക്സ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അപ്പോ 8 ടോപ്പിക്കും കിട്ടിയില്ലേ? ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോവാം. സംഭവം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ അന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ മൈൻഡിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോ ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം. സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് വർഷമാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 2011 അല്ലെ കേരള പോലീസ് ആക്ട് നിലവിൽ വന്നത്. അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കിയാലോ. 2011 അല്ലെ, എത്ര? 2011 ജാനുവരി 1 നിലവിലെ കേരള പോലീസ് ആക്ട് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത്. ഓക്കെ, പിന്നെ എന്താണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? ഈ ആക്ട് വരുന്നത് വരെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്നത് ഏത് ആക്ട് ആണ് അതുവരെ നിലവിലുണ്ടായിരുന്നത്? 1960 കേരള പോലീസ് ആക്ട് ആയിരുന്നു. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2011 കേരള പോലീസ് ആക്ട് ആണ് നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനു മുൻപ് ഏത് ആക്ട് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പറയേണ്ടത്?
1960 അല്ലെ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ BNS ഏതായിരുന്നു വർഷം? ഇതിപ്പോ 2011 കേരള പോലീസ് ആക്ട് വന്നതെന്ന് പറഞ്ഞു. BNS അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് വർഷമാണ് വന്നത്? 2024 ജൂലൈ 1 അല്ലെ വന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ്? കേരള പോലീസ് ആക്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം വരുന്നത്, പോയിന്റ് വരുന്നത് 15 അധ്യായങ്ങളാണ് വരുന്നത് അല്ലെ. അതുപോലെ 150 സെക്ഷൻസും ആണ് വരുന്നത്. ഞാൻ ഇടയ്ക്ക് BNS പറയുന്നതിന്റെ കാരണം നിങ്ങൾ BNSഉം IT ആക്ടും കേരള പോലീസ് ആക്ടിലെ സെക്ഷൻസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അധ്യായങ്ങളാണെങ്കിലും മിക്സ്ഡ് അപ്പ് ആയി പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു കേരള പോലീസ് ആക്ടിൽ 15 അധ്യായങ്ങളും 150 സെക്ഷൻസും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BNSൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 20 അധ്യായങ്ങളുണ്ട് അല്ലെ. ഇനി അതിൽ എത്ര സെക്ഷൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? മൊത്തം 358 സെക്ഷൻസ് ആണ് വരുന്നത് അല്ലെ. BNS വന്നത് ഏതിനെ റീപ്ലേസ് ചെയ്തിട്ടായിരുന്നു? IPCനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ, പിന്നെയുള്ള പോയിന്റ് ഏതാണ് വരുന്നത്? പോലീസിന്റെ ചുമതലകൾ, ജനങ്ങളോടുള്ള കടമകൾ എന്നിവ ഈ ആക്ടിലെ ചാപ്റ്റർ 5 വ്യക്തമാക്കുന്നു. കേരള പോലീസ് ആക്ടിന്റെ പോലീസിന്റെ ചുമതലകൾ, ജനങ്ങളോടുള്ള കടമകൾ എന്നിവ ഈ ആക്ടിലെ ചാപ്റ്റർ 5 പ്രതിപാദിക്കുന്നത്. ഞാൻ എന്തിനു ഈ കീ പോയിന്റ്സ് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്പെഷ്യൽ ടോപ്പിക്സ് മിക്കതും പ്രസ്താവന രീതിയിലാണ് ചോദിക്കാറുള്ളത് PSC. അങ്ങനെ വരുമ്പോ നമ്മൾ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ നോക്കി വായിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസ്താവന രീതിയിൽ ഇപ്പൊ ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഇത്രയും പോയിന്റ്സ് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും കൂടെ നിങ്ങൾക്ക് തന്നത്. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. പോലീസിന് വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള കുറ്റകൃത്യങ്ങൾ പൊതുവായി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒന്നും കൂടെ പറയാം. പോലീസിന് വാറണ്ട് ഇല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള കുറ്റകൃത്യങ്ങൾ പൊതുവായി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? കോഗ്നിസിബിൾ കുറ്റങ്ങൾ. എന്താണ് ഈ കോഗ്നിസിബിൾ കുറ്റങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഗുരുതരമായ കുറ്റങ്ങളെയാണ് എന്ത് പറയുന്നത്? കോഗ്നിസിബിൾ ക്രൈംസ് അല്ലെങ്കിൽ കുറ്റങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ആ സമയത്ത് നമ്മളോട് വാറണ്ട് ഒന്നും മേടിക്കാൻ വേണ്ടി നിൽക്കില്ല. ആ സമയത്ത് എങ്ങനെയും ഇടിച്ചു കയറി വരാനാണ് പോലീസ് നോക്കുക. ഇത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? CRPCയിലെ സെക്ഷൻ 2C പ്രകാരമാണ് കോഗ്നിസിബിൾ കുറ്റങ്ങളെ നിർവചിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അനുബന്ധമായിട്ടുള്ള പോയിന്റ്സ് ഞാനിപ്പോ ഇവിടെ താഴെ തരാം. ഓക്കെ, ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് കോഗ്നിസിബിൾ വിഭാഗത്തിൽ വരുന്നത്. ഉദാഹരണത്തിന് കൊലപാതകം, കവർച്ച, അല്ലെങ്കിൽ ഇത് രണ്ടും ബോത്ത് കാര്യങ്ങളും വരുന്നത് എന്തിൽ പെടും? കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങളിൽ പെടും അല്ലെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ CRPC സെക്ഷൻ 2C പ്രകാരമാണ് കോഗ്നിസിബിൾ കുറ്റങ്ങളെ നിർവചിച്ചിരിക്കുന്നത്. ഇനി നോൺ കോഗ്നിസിബിൾ കുറ്റങ്ങൾ ഏതൊക്കെയാണ്? പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ മജിസ്ട്രേറ്റിന്റെ മുൻകൂട്ടിയുള്ള വാറന്റ് വേണം അല്ലെ.